ഈ നഗരത്തെ രക്ഷിക്കേ. ഓക്കെ ബോസ്. ഇതെന്തായി ചെയ്തേ? നഗരം എടുത്തോണ്ട് ആകാശത്ത് വന്നോ? ഇനി ആ കുരങ്ങന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഞാൻ ഈ നാടിനെ കുരങ്ങന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പൊ സന്തോഷമായോ ബോസ്? എനിക്ക് സന്തോഷമൊന്നും ആയില്ല ജിണ്ടു. നീ എല്ലാ കാര്യങ്ങളും കൊളവാക്കിക്കൊണ്ടിരിക്ക. എല്ലാം വേഗം താഴെ എത്തിക്കേ. ഇപ്പൊ തന്നെ വേണം, വേഗം. ഇനി എന്താ ചെയ്യണ്ട ബോസ്? ഒന്നും ചെയ്യണ്ട. ഇനി ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. നീ അത് കണ്ടോണ്ടിരുന്നാ മതി. നീ ജിണ്ടുവിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ഇപ്പൊ കണ്ടോണേ ഈ കൊരങ്ങന്മാരെയൊക്കെ ഞാൻ എങ്ങനെ ഇവിടുന്ന് ഓടിക്കുന്നതെന്ന്. പോകാത്തവന്മാരെയൊക്കെ ഞാൻ കാലുമടക്കി തൊഴിക്കും. എല്ലാവരും തോന്നടാ, വേഗം തോന്നടാ. ഓടിക്കോ ഇവിടുന്ന്. ഒറ്റ എണ്ണത്തെ ഇവിടെ കണ്ടുപോയേക്കരുത്. ഇവരെ ഒന്ന് എടുത്ത് മാറ്റ്. എന്നെ ഒന്ന് രക്ഷിക്കേ. ഇനിയൊന്നും നിൽക്കിച്ചോൾപ്പോൾ കൊരങ്ങന്മാരൊക്കെ ഇറങ്ങിപ്പോയി. കൊരങ്ങന്മാരെല്ലാം കൂടി ഇപ്പൊ എന്റെ നടുവിന്റെ ബോൾട്ട് ഇളക്കിയേന്. വീർ, നീ ഇത് വെറുതെ നിന്റെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ കള്ളനെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർക്കും സാറുമാർക്കും ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നീ ഇങ്ങനെ പിടിക്കുമെന്നാ പറയുന്നത്? എന്റെ കൈ കൊണ്ട് തന്നെ, അല്ലാതെ എങ്ങനെയാ? Think positive, everything is possible. കൊള്ളാം വീർ, നിന്റെ വർത്തമാനം കേൾക്കുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കള്ളനെ പിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എങ്ങനെ? ഞാൻ കേട്ടിട്ടുണ്ട് കള്ളന്മാരുടെ താടിയിൽ ഒരു വെട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇവിടെ ആരുടെ താടിയിലാണ് വെട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാ പോരെ? ആരുടെ താടിയിലാണോ വെട്ട് അവനാണ് കള്ളൻ. ഇനി ചിലപ്പോ കള്ളന് താടിയില്ലെങ്കിലോ? അപ്പൊ പിന്നെ കള്ളന് താടി വളരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലാതെ എന്താ? പക്ഷെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ലല്ലോ വീർ. അങ്ങനെ സമയം കുറവുള്ളപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ വിരലും ഞൊടിച്ച് ജിണ്ടുവിനെ വിളിക്ക്. വേഗം വിളിക്ക് ജിണ്ടുവിനെ. വിരലും ഞൊടിച്ചാൽ ഉടനെ അവൻ ഓടി വരികയും ചെയ്യും. ഞൊടിയുടെ കൊണ്ട് അടുത്ത സെക്കൻഡിൽ കള്ളനെ പിടിക്കുകയും ചെയ്യും. പറയൂ വീർ, ഇന്ന് എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് പ്രയാസമുള്ള ജോലിക്കായിട്ടാണ് എന്നെ വിളിച്ചത്? ജിൻടു, ഞങ്ങളുടെ സ്കൂളിൽ ഏതോ കള്ളൻ വന്നിട്ടുണ്ട്. ആ കള്ളൻ സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. നീ പോയിട്ട് ആ കള്ളൻ ആരാന്നുള്ളത് കണ്ടുപിടിക്ക്. ആ കള്ളൻ ആരായാലും അവനെ ഒരു ചാക്കിൽ കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ. ഇത്രയും സിമ്പിളായ പണിയായിരുന്നോ? ഞാൻ വിചാരിച്ചു നിന്നെ കൊണ്ട് പറ്റാത്ത വേറെന്തോ വലിയ കാര്യമാണെന്ന്. ശരി, ഞാൻ ആ കള്ളനെ പിടിച്ചോണ്ട് വരാം ബോസ്. ഇന്നാ പിടിച്ചോ. അല്ല, ഇതെന്താ? നീ ഇതെന്തായി ചെയ്തത്? ഇത്രയധികം കള്ളന്മാരെ ഇത് എവിടുന്ന് വന്നു? ഞാൻ ഒരു കള്ളനെ പിടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞേ? നിനക്കിതിന്ന് ഏത് കള്ളനെ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. ഞാൻ എല്ലാവരെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ടാവും. ഓ, നിന്റെ ഒരു കാര്യം. എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങ് ഓവർ സ്മാർട്ട് ആയിട്ട് ചെയ്തിട്ട് വന്നോളും. ഇവരെ വേഗം തിരിച്ചയക്ക് ഇപ്പൊ തന്നെ. നീ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ കള്ളനെ പിടിച്ചോളാം. അല്ല, ഞാനിവിടെ എന്ത് ചെയ്യാ? ഇതെന്താ? ഞാനെവിടാ കുടുങ്ങിയത്? കാട്ടിലേതെങ്കിലും വേട്ടക്കാരന്റെ കയ്യിൽ അകപ്പെട്ടതാണോ? എനിക്ക് ശ്വാസം മുട്ടുന്നേ. എന്നെ രക്ഷിക്കണേ. ഇനി ചാക്കിനുള്ളിൽ ആരാ? വേഗം തുറക്ക്. പോണ്ടേ, എപ്പോഴും എന്തെങ്കിലും ചെയ്തു വെച്ചോളും. ഞാൻ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഒരിക്കലും നല്ല വാക്ക് പറയില്ല. ഇത്രയും നല്ല സ്ഥലത്ത് പിക്നിക്കിന് അയച്ചിട്ട് പിന്നെയും വഴക്ക് പറയുന്നോ? നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എവിടെ പോണെങ്കിലും പൊക്കോ. അയ്യോ ചേട്ടാ, ഇങ്ങനെ മാഞ്ഞു പോവല്ലേടാ.
ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങള് തണുത്തുറഞ്ഞു പോവും. ജിണ്ടു ജിണ്ടു. നീ വിഷമിക്കണ്ടെന്നേ, ഞാൻ എന്തെങ്കിലൊക്കെ ചെയ്യാട്ടോ. സ്കീയിങ്. ചുൾബുൾ, നിനക്ക് ലിഫ്റ്റ് വേണോ? എനിക്കെങ്ങും വേണ്ട. ഇതിനകത്ത് ഞാൻ എങ്ങനെ ലിഫ്റ്റ് അടിക്കാനാ? അതെ ചുൾബുൾ, ആ ബാസ്ക്കറ്റില് ഭക്ഷണമൊക്കെ തീർന്നു കഴിഞ്ഞാ നീ മഞ്ഞെടുത്ത് തിന്നേണ്ടി വരും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അയ്യോ വേണ്ട വേണ്ട, നിക്ക്, ഞാനും വരുന്നുണ്ട്. ചുൾബുൾ, സ്കീയിങ് നല്ല രസമുണ്ടല്ലേ? നിനക്ക് ഇഷ്ടായോ? നിനക്ക് പഠിക്കണോ ഇത്? ഇതാണ് യഥാർത്ഥ പിക്നിക്. മൗണ്ടൻ ട്രെയിനിലായിരുന്നു പോവേണ്ടത്. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം. ഇവിടെ പാവങ്ങൾക്ക് ഒരുപാട് തണുക്കുന്നുണ്ടാവും. ഇവിടെ എന്താ ഈ നടക്കുന്നത്? വീർ, നീ എന്താ നിലത്ത് കിടന്നിങ്ങനെ ഉരുളുന്നത്? ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു. വീർ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ചുൾബുളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജണ്ടു എന്നാണ് എന്റെ പേര്. വേഗം എന്നെയും ചുൾബുളിനെയും എയർപോർട്ടിൽ എത്തിക്കേ. നീ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇത് ഏത് എയർപോർട്ടാ? നിങ്ങളല്ലേ പറഞ്ഞ എയർപോർട്ടിൽ കൊണ്ടുവരാൻ? അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്നു. ഏത് എയർപോർട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതേതോ പഴയ എയർപോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നേ. ഇവരൊക്കെ നരഭോജികളാണ്. ഇത് നരഭോജികളൊന്നുമല്ല. ചിലപ്പോ ചുൾബുളിനെ പിടിച്ച് തിന്നുമായിരിക്കും. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവരപ്പൊ എന്നെ പിടിച്ച് തിന്നുവോ? അയ്യോ! ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നോളൂ. നിങ്ങൾക്ക് കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. അതിന് പറ്റിയില്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിലെ ലാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറ്റില്ല. ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലഭ്യമല്ല. ഓക്കേ, ഓവർ ആൻഡ് ഔട്ട്. നമ്മൾ അവരെല്ലാം രക്ഷിച്ചേ പറ്റൂ. നമ്മള് സുരക്ഷിതമായി എല്ലാവരും പ്ലെയിനിൽ നിന്ന് പുറത്തിറക്കണം. അതിനെന്താ, ഇപ്പൊ ചെയ്യാലോ. എന്റെ അമ്മച്ചി. ഹലോ ആൽഫ ചാർലി ഡെൽറ്റ, ഈ പാസഞ്ചേഴ്സിനെ നിങ്ങൾ എങ്ങനെയാ താഴെ ഇറക്കിയത്? ഇത് എന്ത് ടെക്നിക്കാണ്? ആശംസകൾ, ആശംസകൾ. ജിൻടു, നീ എന്തായി ചെയ്യുന്നേ? എല്ലാവരും വേഗം തിരിച്ചയക്കേ. ഇല്ലെങ്കിൽ ജിൻടു എന്ന പേരുള്ള ഒരു ജിന്ന് എന്റെ കൂടെ ഉള്ളത് എല്ലാവരും അറിയും. ഞാൻ പാസഞ്ചേഴ്സിനോട് സംസാരിക്കട്ടെ. നിങ്ങളെല്ലാവരും തിരിച്ചു വന്നു. പുറത്തേക്ക് നോക്കൂ, കണ്ടിട്ട് റൺവേയിൽ എത്തിയെന്ന് തോന്നുന്നു.